ഘടകകക്ഷികളിലെ തർക്കം കോഴിക്കോട് ജില്ലയിലെ LDFന് തലവേദനയാകുന്നു. എലത്തൂർ സീറ്റ് AK ശശീന്ദ്രനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ NCPയിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കവും RJDയുടെ പിണക്കവുമാണ് LDFന് പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എലത്തൂർ സീറ്റിനെ ചൊല്ലിയാണ് NCPയിൽ ഇപ്പോൾ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നത്. AK ശശീന്ദ്രനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ NCPയിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കവും ഈ ഒരു RJDയുടെ പിണക്കവുമാണ് LDFന് ഇപ്പോൾ പ്രതിസന്ധിയായി തീർന്നിരിക്കുന്നത്. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. ഘടകകക്ഷികളിലെ തർക്കമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ LDFന് തലവേദനയായി തീർന്നിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു NCPയിലെ ഒരു തർക്കമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? NCPയിലെ ഒരു തർക്കം മാത്രമല്ല, അതോടൊപ്പം തന്നെ RJD ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി LDFനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എലത്തൂർ നിയോജക മണ്ഡലത്തിൽ NCP-S-ലെ തർക്കം, അതായത് മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ ഉണ്ടായ ഒരു തർക്കം NCPയിൽ അത് പരസ്യമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരുന്നു. എലത്തൂരിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പരസ്യമായ തർക്കമാണ് ഇപ്പോൾ CPIM-നും LDFനും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായതോടുകൂടി അത് എലത്തൂരിലെ വിജയ സാധ്യതയെ ബാധിക്കുമോ എന്നൊരു ആശങ്ക ഇടതുമുന്നണിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. 15 വർഷം മുൻപാണ് എലത്തൂർ നിയോജക മണ്ഡലം നിലവിൽ വന്നത്. അന്ന് മുതൽ AK ശശീന്ദ്രൻ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥി. ഈ എലത്തൂർ എന്ന് പറയുന്നത് NCP-S-നെ സംബന്ധിച്ച് വലിയ സ്വാധീനമുള്ള മണ്ഡലമൊന്നുമില്ല. അവിടെ CPIM-ന് തന്നെയാണ് മേൽക്കൈ. പക്ഷേ CPIM-ന്റെ ഒരു അടുത്ത വിശ്വസ്തനായ ഒരു വ്യക്തി എന്ന രീതിയിലാണ് മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനെ പലപ്പോഴും ഈ CPIM അവിടെ സീറ്റ് നൽകുന്നത്. അത് AK ശശീന്ദ്രൻ ആയതുകൊണ്ട് മാത്രം നൽകുന്ന സീറ്റാണ് എന്നുള്ളതാണ് CPIM വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ തുടർച്ചയായി 8 തവണയാണ് ഈ AK ശശീന്ദ്രൻ മത്സരിക്കുന്നത്. അതിൽ തന്നെ 6 തവണ MLA ആയി, 2 തവണ 2 തവണ മന്ത്രിയാവുകയും ചെയ്തു AK ശശീന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളതാണ് ഈ NCP-S-നകത്തുള്ള ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. കൂടാതെ ഇടക്കാലത്ത് ആരോപണത്തെ തുടർന്ന് AK ശശീന്ദ്രന് മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മാന്യമായ ഒരു വിടവാങ്ങലിന് അവസരം ഒരുക്കണമെന്ന് പറഞ്ഞാണ് പിന്നീട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന് മന്ത്രിയാക്കുന്നത്. എന്നാൽ ഇക്കുറിയും അദ്ദേഹം തന്നെ മത്സരിക്കാൻ അദ്ദേഹം വലിയ രീതിയിൽ താല്പര്യപ്പെടുന്നു. പ്രായാധിക്യമൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ താല്പര്യപ്പെടുന്നു. അതോടുകൂടിയാണ് NCP-S ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള മുക്കം മുഹമ്മദിനെ പകരം സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഈ ശശീന്ദ്രനെ എതിർക്കുന്ന ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർക്കാണ് നിലവിൽ കോഴിക്കോട് ജില്ലാ NCP-S കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ളത്. അവർ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. AK ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ അത് എതിർത്ത് പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നിർണായക നിലപാട് എന്ന് പറയുന്നത് NCPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാറിന്റേത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതുമാണ്. അവരുടെ പിന്തുണ AK ശശീന്ദ്രനാണ് എന്നുള്ളതാണ് ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇത് LDFനെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. സ്വാഭാവികമായും എലത്തൂർ സീറ്റ് CPIM ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം ഈ പ്രധാനമായിട്ടും ഈ CPIM-നകത്തു നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ AK ശശീന്ദ്രനാണെങ്കിൽ CPIM സീറ്റ് ഏറ്റെടുക്കില്ല. മറ്റാരെങ്കിലും ആണെങ്കിൽ ഒരുപക്ഷെ CPIM സീറ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുമാണ്. അതിനിടെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പരാജയവുമായി ബന്ധപ്പെട്ട് RJD ഉയർത്തിയ വിഷയങ്ങൾ, RJD ഉയർത്തിയ LDF-നകത്ത് ഉയർത്തിയ പരാതികൾ ഇതൊന്നും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി RJD-ക്കകത്തെ ഒരു വിഭാഗം കൂടി പരസ്യമായി നീരസം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതും LDF-നെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് LDF നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇനി അഥവാ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ ബാധിക്കുകയും ചെയ്യും. ശരി, എന്തായാലും ഘടകകക്ഷികളിലെ തർക്കം കോഴിക്കോട് ജില്ലയിലെ LDFന് തലവേദനയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എലത്തൂർ സീറ്റിൽ AK ശശീന്ദ്രനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ NCPയിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കവും RJDയുടെ പിണക്കവുമാണ് LDFന് പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.